എൻ്റെ പേര് രാജേഷ് ഇയ, സ്ഥലം പെരുമ്പാവൂരാണ്. ഏകദേശം 20 വർഷത്തോളമായിട്ട് ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കൗൺസിലിംഗ് ആണ് നമ്മൾ കൂടുതലായിട്ടും ചെയ്യുന്നത്. അതും ഫാമിലി കൗൺസിലിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിരവധി ആളുകൾക്ക്, ഏകദേശം 20 വർഷത്തോളമായിട്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് നമുക്ക് ഒത്തിരി കൗൺസിലിംഗ് നൽകി അവർക്ക് അവരുടേതായിട്ടുള്ള ജീവിത പാതയിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഈ വേൾഡ് സ്കില്ല് കൗൺസിൽ കരിയർ ഡെവലപ്മെൻറ്റ് ഈ സർട്ടിഫിക്കറ്റിന് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇനി നമ്മളിപ്പോൾ ഒരു കൗൺസിലിംഗ് ചെയ്യാമെന്ന് പറയുമ്പോൾ പല ആവശ്യങ്ങളായിരിക്കും ആളുകൾക്കുള്ളത്. ഇപ്പോൾ കൊച്ചു കുട്ടികൾ വരുവാണെങ്കിൽ അവർക്ക് പഠനത്തോടനുബന്ധിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് കൗൺസിൽ കൊടുക്കേണ്ടതായിട്ട് വരും. ചില കുട്ടികളെ സംബന്ധിച്ച് അവരുടെ വൈകാരികമായിട്ടുള്ള പല സ്വഭാവത്തിന് വേണ്ടിയിട്ട് നമുക്ക് കൗൺസിലിംഗ് കൊടുക്കേണ്ടി വരും. അതോടൊപ്പം ഇപ്പോൾ മുതിർന്ന തലത്തിലേക്കുള്ള കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കണം. അവരുടെ ലഹരി ഉപയോഗത്തെ പറ്റിയിട്ടും ഇന്നത്തെ ജീവിതത്തെ പറ്റിയിട്ടുമുള്ള കാര്യങ്ങൾക്ക് നമുക്ക് കൗൺസിലിംഗ് കൊടുക്കേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ ഫാമിലിയിൽ വരുന്ന ഇഷ്യൂസ്, അതേപോലെ മദ്യപാനം, അതേപോലെ സാമ്പത്തികമായിട്ടുള്ള പല ദുരുപയോഗങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോന്നിനും പല രീതിയിൽപ്പെട്ട കൗൺസിലിംഗ് ആണ് നമ്മൾ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരെയും നമ്മൾക്ക് അടിച്ചേൽപ്പിക്കേണ്ടതായിട്ടൊന്നുമില്ല. എങ്ങനെയാണ് അവരുടെ സ്വന്തം കരിയർ ഡെവലപ്പ് ചെയ്യേണ്ടതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഇതേപോലെ നമ്മൾ സംസാരിച്ച് തന്നെ അവർക്ക് മാറ്റങ്ങളാക്കി കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള അനുഭവങ്ങൾ ആളുകൾക്ക് കിട്ടുന്നുണ്ട്. ഒത്തിരി കുട്ടികൾക്ക് മാർക്ക് വാങ്ങാനും അതേപോലെ ഒരുപാട്, അതായത് ബന്ധം പിരിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരുപാട് ഫാമിലികൾക്ക് അവരുടെ ബന്ധം ചേർത്ത് കൊടുക്കാനും അതിനുശേഷം നല്ല രീതിയിലേക്കുള്ള ജീവിതം കൊണ്ടുപോകാനും അവർക്ക് ഇന്ന് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഒരു സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം പറയാനായിട്ടുള്ളത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചപ്പോൾ മദ്യപാനം അല്ലെങ്കിൽ ലഹരി ഉപയോഗം എന്നൊക്കെ പറയുന്നത് വലിയൊരു ഇഷ്യൂ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണെന്ന് നമ്മുടെ നാട്ടിലുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ് ഒരു വ്യക്തി ഇതേപോലെ ലഹരി ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എന്താണത് ഉപയോഗിച്ചുകൊണ്ടൊരു ഗുണമുള്ളത്, ആർക്കാണ് ഇതിനകത്തൊരു നേട്ടമുള്ളത്, ഇതൊന്നും അറിയാതെ ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി വാങ്ങി ഉപയോഗിക്കുന്ന ഒരവസ്ഥയായതുകൊണ്ട് ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോകം തന്നെ ഒരു ലഹരിയിൽ മുങ്ങിപ്പോകുന്ന ഒരവസ്ഥയായി. അതുകൊണ്ട് ഇന്ന് കൊച്ചു കുട്ടികൾക്ക് പോലും കൊടുക്കുന്നത് ലഹരി കൊടുത്തിട്ടാണ് അവരെ വളർത്തിക്കൊണ്ട് വരുന്നത്. അപ്പം നിരവധി ആയിട്ടുള്ള പല കേസുകളും കൊച്ചു കുട്ടികൾ ഇങ്ങനെ കേസിൽ പെട്ട് അവർക്ക് ജീവിതം മുന്നോട്ട് തള്ളി നിൽക്കാൻ പറ്റാത്ത അവസ്ഥകളും, ഒരുപാട് കാരണന്മാരായിട്ടുള്ള ആളുകൾക്ക് ഇവരുടെ ജീവിതത്തിൽ എന്ത് പറഞ്ഞു കൊടുക്കണം, എങ്ങനെ പറഞ്ഞു കൊടുക്കണം, വളർത്തിയെടുക്കണം എന്ന് അറിയാൻ പറ്റാത്ത ഒരു നിഷ്പക്ഷമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ഇതുപോലുള്ള കൗൺസിലുകൾ ഒരുപാട് അവർക്ക് ഗുണം ചെയ്യാറുണ്ട്. അപ്പോൾ ഒത്തിരി കുട്ടികൾ അവരുടെ ഭാവി മനസ്സിലാക്കി ഇന്ന് നല്ല രീതിയിലേക്ക് ജീവിതം തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും അച്ഛനമ്മമാരായിട്ടുള്ള ആളുകൾ പറയുന്നത് ഇവിടെ എത്തിയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എൻ്റെ മക്കളുടെ അവസ്ഥ എങ്ങനെയായി പോകുമെന്ന് വരെ അവർ സംസാരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പലർക്കും പല സ്ഥാനത്ത് നിന്നുകൊണ്ട് സംസാരിക്കേണ്ടി വരുന്നുണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുമായിട്ടും അവരുടെ അച്ഛൻ്റെ സ്ഥാനത്തു നിന്നോ അങ്കിളുടെ സ്ഥാനത്തു നിന്നോ അല്ലെങ്കിൽ ഒരു സുഹൃത്തിൻ്റെ സ്ഥാനത്തു നിന്നോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും അവർക്ക് എന്താണോ ആവശ്യകത ആ ഒരു ലെവലിൽ നിന്നുകൊണ്ട് നമുക്ക് അവരെ സംസാരിക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനുമായിട്ട് നമുക്ക് ഇതുവരെ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് വന്നു പോയിരിക്കുന്ന എല്ലാവരും നല്ല ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഈ ലഹരി എന്ന് പറയുന്നതിനെ പറ്റിയിട്ട് പറയുമ്പോൾ തന്നെ ഒത്തിരി നമുക്ക് അറിവുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം ലോകം നശിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ലഹരിക്കും അതേപോലെ തന്നെ എന്താ പറയുക, ഒത്തിരി നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ഇപ്പം നമ്മുടെ കണ്ണ്, അതുപോലെ തന്നെ നമ്മുടെ ചെവി, നമ്മുടെ വായ, ഈ 3 കാര്യങ്ങൾ കൊണ്ട് തന്നെ ആണ് ഓരോ ആളുകളും നശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ചില സുഹൃത്തുക്കൾ നമ്മളുമായിട്ട് കൂട്ടുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു കുട്ടികളുടെ ജീവിതത്തിലും ഏറ്റവും കൂടുതൽ നാശം സംഭവിച്ചിരിക്കുന്നത് കൂട്ടുകെട്ടിലൂടെയാണ്. പക്ഷേ വീട്ടുകാരറിയുന്നില്ല. അപ്പോൾ വീട്ടുകാരുടെ ആ ഒരു കൈവിട്ട് കഴിഞ്ഞാൽ പിന്നെ ചെന്നപ്പെടുന്നത് കൂട്ടുകെട്ടിലാണ്. അപ്പോൾ ആ കൂട്ടുകെട്ട് വഴി ഒരുപാട് കുട്ടികൾ നശിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ നമുക്ക് മാറ്റപ്പെടുത്തി കൊണ്ടുവരാനായിട്ട് സാധിക്കും. എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കുന്നതോ കാണുന്നതോ ആണ് അവരുടെ മനസ്സിനെ ബാധിക്കുന്നത്. അപ്പോൾ ആ മനസ്സിനെ ബാധിക്കുന്ന കാര്യങ്ങൾ മാനസികമായിട്ടുള്ള വളർച്ചയ്ക്ക് പകരം അവരുടെ വളർച്ച അവരുടെ വെച്ച് മുരടിപ്പിക്കുകയും അതോടൊപ്പം അവരുടെ ജീവിതം അവസാനിക്കുന്ന തരത്തിലുള്ള ഒരു ജീവിതത്തിലേക്കുമാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റം കൊണ്ടുവരാനായിട്ട് നമുക്ക് ഒത്തിരി ആളുകളിൽ സാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സന്തോഷത്തിലാണ് ഇപ്പോൾ ഞാനുള്ളത്. ഇപ്പം നമുക്ക് ഏകദേശം
സന്തോഷം.